ഹലോ നമസ്കാരം. പുതിയൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതായത് നിങ്ങളോട് ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ കുറേ പെയിൻ പോയിൻറ്റ്സും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഹിന്ദി ഭാഷ പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കുറച്ചൊക്കെ ബിഗിനർ ലെവൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ മുൻപത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. അതായത് നിങ്ങൾക്ക് ഭാഷ പ്രാക്ടീസ് ചെയ്യാൻ ഒരു ലാംഗ്വേജ് പാർട്ട്ണറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിനൊക്കെ പോകാതെ തന്നെ നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു AI ടൂളിൻ്റെ സഹായത്തോടു കൂടി ഭാഷയെ പഠിക്കാമെന്നുള്ളതൊരു കാര്യം മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് മുമ്പത്തെ വീഡിയോ പോയി കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ നമ്മളെപ്പോഴും എടുക്കണം. അതായത് നമുക്കൊരു ദൃഢനിഷ്ഠയും വേണം. ഞാൻ ഈ ഒരു ഭാഷ പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇത് ഞാനൊരു 2 മാസം പ്രാക്ടീസ് ചെയ്ത് ഭാഷ പഠിക്കും എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തീരുമാനം എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റും കാര്യങ്ങളും അത്യാവശ്യം പറയാണ്ട് അത് വേറൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഹിന്ദി ഭാഷ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്നും മോർണിംഗിൽ ഒരു 10 മിനിറ്റ് ഈ ഒരു ജെമിനിയുമായിട്ട് ഹിന്ദിയിൽ സംസാരിക്കും. അപ്പോൾ ഞാൻ തന്നെ ചില സമയത്ത് ചിരിച്ചു പോകും എൻ്റെ ഒരു ഹിന്ദി കേട്ടിട്ട്. ബട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, വി ഡു മേക്ക് എ മിസ്റ്റേക്ക്. നമ്മൾ എന്ത് ചെയ്യും, തെറ്റുകൾ നമ്മൾ ഭാഗത്തുനിന്ന് സംഭവിക്കും. കാരണം നമ്മളെന്താണ്, ഇവിടെ സ്റ്റുഡൻസ് ആണ്, നമ്മളിവിടെ ലേണേഴ്സാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ യാതൊരുവിധ ആശങ്ക നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഓക്കെ ടു ഡു മേക്ക് എ മിസ്റ്റേക്ക്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് അതിനെ കുറിച്ചൊന്നുമല്ല. അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ തീരുമാനം എടുത്തതിന് ശേഷം മോർണിംഗിനൊരു കുറച്ച് ശേഷം വായിച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അടുത്ത് ഈ ഒരു AI ടൂളിനോട് ഹിന്ദിയിൽ സംസാരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൽ എനിക്ക് ചെറിയ റിസൾട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ നന്നായിട്ട് അത് എന്നോട് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നെക്സ്റ്റ് ടോക്കിൽ ഞാൻ അവർ പറയുന്നതൊക്കെ എവിടെയൊക്കെ എൻ്റെ സംസാരത്തിൽ ചേർക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ലിസണിങ് കപ്പാസിറ്റി കൂടുന്നതുകൊണ്ടുള്ളൊരു ഗുണം. നമ്മൾ കേട്ടത് നമ്മളറിയാതെ തന്നെ നമ്മളെ സംസാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു AI ടൂളിനോട് സംസാരിക്കുന്നത് വഴി നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, ചെറിയ റിസൾട്ടുകൾ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ് ഞാൻ നേരിടുന്നൊരു പ്രശ്നം. കാരണം എന്താ വെച്ചാൽ, ഞാൻ മോർണിംഗിനെ പ്രാക്ടീസ് ചെയ്യുക. ചില ദിവസങ്ങളിൽ ലേറ്റായിട്ട് ഉറങ്ങിയാലോ അല്ലെങ്കിൽ മോർണിംഗിന് നേരത്തെ എണീക്കും, ഒരു 6 മണിക്കൊക്കെ എണീക്കും. അപ്പോൾ അതിന് ശേഷം ചിലപ്പോൾ ഒന്നുകൂടി ഉറങ്ങാനൊക്കെ ഫീൽ വരും. നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഒന്നുകൂടി മൂടി പതിച്ച് ഉറങ്ങാമെന്ന് തോന്നും. അപ്പോൾ ഈ ഒരു മടിയൻ സ്വഭാവം കാരണം ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹാബിറ്റ് ബ്രേക്ക് ആവുന്നുണ്ട്. അതായത് ചില ദിവസങ്ങളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ല. പിന്നെ എങ്ങനെ അതൊരു തുടർന്നുകൊണ്ട് പോകും. നമ്മൾ പലപ്പോഴും ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്നതാണ്, നമ്മൾ ഒരു ദിവസം നമ്മൾ പോയിട്ടില്ലെങ്കിൽ അത് പിന്നെ നമ്മളിങ്ങനെ തൊട്ടടുത്ത ദിവസം പോകാൻ മടിയായിരിക്കും. അങ്ങനെ ആ മടി കൂടി വരും. അപ്പോൾ ഈ ഒരു സെയിം ആറ്റിറ്റ്യൂഡ് ശരിക്കും പല ആളുകളിലും കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു ഏതെങ്കിലും കേട്ടിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചപ്പോഴോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വായിച്ചിട്ട് ഒരു പുതിയ പദമോ അല്ലെങ്കിൽ പുതിയൊരു സെൻറ്റൻസോ നമ്മൾ മനസ്സിലാക്കി, തൊട്ടടുത്ത ദിവസം നമ്മൾ ആ സെൻറ്റൻസ് വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ, പിന്നെ അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തറക്കുകയും പിന്നെ നമ്മളുടെ നെക്സ്റ്റ് സംസാരങ്ങളിലൊക്കെ അറിയാതെ ഇത് നാവും തുമ്പത്തുനിന്ന് പുറത്തേക്ക് വരും. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കുന്ന വലിയൊരു മിസ്റ്റേക്ക് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു പ്രശ്നം എനിക്കും സംഭവിക്കുന്നുണ്ട്. ഞാൻ ഹിന്ദി പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ ഇന്ന് ഹിന്ദി പ്രാക്ടീസ് ചെയ്യും, പിന്നെ നാളെ മറക്കും. നാളെ മറന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദിവസം 3-ാമത്തെ ദിവസം അതിനെക്കുറിച്ച് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിലാണ് അയ്യോ എൻ്റെ ഹിന്ദി പ്രാക്ടീസ് ആകെ കൊളായി കിടക്കുകയാണ് എന്നുള്ളൊരു ചിന്ത വരിക. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്നിടത്തോട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഞാൻ തന്നെ കണ്ടൊരു സൊല്യൂഷനാണ്, ഞാൻ ചെറിയൊരു A4 പേപ്പർ എടുത്തിട്ട് അതൊരു 30 ഡേ ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ കള്ളിയിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ എഴുതി വെക്കലോടത്തി. അപ്പോൾ ഇന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്ത് അതിൽ എഴുതി വെച്ചു. ഇന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തു, 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു, 5 മിനിറ്റ് ഞാൻ കേട്ടു. അങ്ങനെ ഓരോ ദിവസം ഞാനിങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് ശേഷം എനിക്കെന്താ വെച്ചാൽ എന്തോ ഒരു തരം പോസിറ്റീവ് എനർജി ഇപ്പോൾ എനിക്ക് വന്നു. അതായത്
ഇതിനെ ബ്രേക്ക് ചെയ്യാതെ നാളെ ഇതേപോലെ ചെയ്യണം, നാളെയും എൻ്റെ കള്ളിയിൽ, അതായത് രണ്ടാമത്തെ ഡേയിലുള്ള കള്ളിയിൽ എനിക്ക് ടിക്ക് അടയാളപ്പെടുത്തണം, പ്രാക്ടീസ് ചെയ്തു എന്ന് എഴുതണം എന്നുള്ള എന്തോ ഒരു തരം ഫീലിങ്സ് വരാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു കൺസിസ്റ്റൻസി വരാൻ തുടങ്ങി. അതായത് നമ്മൾ മുമ്പ് എന്താ വെച്ചാൽ ഒരു ദിവസം ബ്രേക്കായ ചിലപ്പോൾ അത് 3, 4, 5, 6 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ റീസ്റ്റാർട്ട് ആവുക. ഇപ്പോൾ ഒരു ദിവസം ബ്രേക്കായാലും നമുക്കൊരു സങ്കടം ഉണ്ടാകും, എന്തോ ഒരു തരം ഒരു ദിവസം മിസ്സായാലും, ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാകും. അപ്പം നിങ്ങൾക്കും ഇതേ ഒരു സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങളൊരു ചെറിയൊരു A4 എടുക്കുക, അതിൽ നിങ്ങളൊരു 30 ഡേ അടയാളപ്പെടുത്തിയിട്ട് ഓരോ ദിവസം നിങ്ങൾ എഴുതി വെക്കുക. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ഫീലാണ്. പല ആളുകളും നമുക്ക് ആപ്പ് ഉണ്ട്, ആപ്പിൽ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അതെന്തോ ഒരു ആപ്പ് നമ്മൾ ചില സമയങ്ങളിൽ തുറന്നു നോക്കില്ല. അപ്പോൾ ഈ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പേപ്പർ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അല്ലെങ്കിൽ റൂമിലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു റിമൈൻഡർ ആവും. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഓട്ടോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ജെയിംസ് ക്ലിയറിൻ്റെ ഒരു പുസ്തകം വായിക്കേണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഹാബിറ്റാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് അപാരമായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഭാഷാ പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിനെ ഹാബിറ്റാക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ് ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ ഹാബിറ്റാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിനേന ചെയ്യുന്ന ഒരു കാര്യം, അതായത് ആ കാര്യം നിങ്ങൾ അതിലൊരിക്കലും നിങ്ങൾ ബ്രേക്ക് ആക്കില്ല. ആ കാര്യവുമായി നിങ്ങൾ എന്തിനെയാണോ ഹാബിറ്റാക്കി മാറ്റേണ്ടത് അത് രണ്ടും കണക്ട് ചെയ്യുക. മനസ്സിലായോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ എന്നും ഇനി മുതൽ എന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ 10 മിനിറ്റ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമെന്ന് തീരുമാനിക്കുക. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, നമ്മൾ ഭയങ്കര ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാലും നമ്മൾ അതിനെ ഓർക്കില്ല, ആ സമയത്ത് ഓർക്കില്ല. അപ്പം രാത്രി 8:30 ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഓർക്കില്ല. അപ്പം നിങ്ങളൊരു ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു 1, 2, 3 ദിവസം ചിലപ്പോൾ നിങ്ങൾ ഓർക്കൂല എന്നൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങളതിങ്ങനെ ഒരു 5-6 ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളറിയാതെ ഒരു അലാറമായിട്ടൊരു വാണിംഗ് തരും, 10 മിനിറ്റ് ഭാഷ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഈ പറഞ്ഞത് എന്താ വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസും കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ എൻ്റെ ഭാഷാ പഠനത്തിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനലും ഇതിൻ്റെ കോണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമൻറ്റിലും സൂചിപ്പിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.